എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റ് മത്സരത്തിനുള്ള ഇന്ത്യൻ ടീമിനെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 4 നിർണായക മാറ്റങ്ങളോടെയാണ് ഗിൽ പ്ലേയിംഗ് 11 പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ഇംഗ്ലണ്ട് ടീമിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ആരൊക്കെയാണ് ടീമിൽ നിന്ന് പുറത്തായത്, പുതിയതായി ആരൊക്കെയാണ് ഉൾപ്പെട്ടത് എന്നതിനെക്കുറിച്ച് വിശദമായി നമുക്ക് നോക്കാം. ഒന്നാം ടെസ്റ്റിലെ തോൽവിക്ക് പകരം വീട്ടിക്കൊണ്ട് രണ്ടാം ടെസ്റ്റിൽ 336 റൺസിന്റെ വമ്പൻ വിജയം നേടിയെടുക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിരുന്നു. ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ, ഋഷഭ് പന്ത് ബാറ്റിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ആകാശ് ദീപും മുഹമ്മദ് സിറാജും തകർപ്പൻ ബൌളിംഗിലൂടെ ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞു. എന്നാൽ ചില കളിക്കാർ മോശം പ്രകടനം കാഴ്ചവെച്ചത് ടീമിന് ആശങ്കയായിരുന്നു. കരുൺ നായർ, പ്രസിദ്ധ കൃഷ്ണ, നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരുടെ മോശം ഫോം മൂന്നാം ടെസ്റ്റിൽ മാറ്റങ്ങൾക്കിപ്പോൾ വഴിയൊരുക്കിയിരിക്കുകയാണ്. 1ഉം 2ഉം ടെസ്റ്റുകളിൽ കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്ത കരുൺ നായർക്ക് പകരം യുവതാരം വൈഭവ സൂര്യവംശിക്ക് അവസരം നൽകിയിരിക്കുകയാണ് ഗില്ലിപ്പോൾ. ആഭ്യന്തര ക്രിക്കറ്റിലും അണ്ടർ 19 തലത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച വൈഭവിന്റെ ടെക്നിക്കും മനോഭാവവും സെലക്ടർമാരെ ആകർഷിച്ചു. മധ്യനിരയിൽ റൺസ് കണ്ടെത്താൻ വൈഭവിന് സാധിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ. അതുപോലെ രണ്ടാം ടെസ്റ്റിൽ ബാറ്റിംഗിലും ബൌളിംഗിലും നിരാശപ്പെടുത്തിയ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരം സർഫറാസ് ഖാനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റിൽ റൺസ് വാരിക്കൂട്ടിയ സർഫറാസിനെ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് ആരാധകർ ഏറെ നാളായി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. സർഫറാസിന്റെ ഉൾപ്പെടുത്തൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയ്ക്ക് കൂടുതൽ കരുത്ത് നൽകും. ഇംഗ്ലണ്ടിൽ സർഫറാസിന്റെ ആദ്യ ടെസ്റ്റ് മത്സരമായിരിക്കുമിത്. ബൌളിംഗ് നിരയിലും വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒന്നാം ടെസ്റ്റിൽ വിക്കറ്റ് നേടിയെങ്കിലും ഉയർന്ന ഇക്കണോമി റേറ്റ് ഉണ്ടായിരുന്ന പ്രസിദ്ധ കൃഷ്ണയ്ക്ക് രണ്ടാം ടെസ്റ്റിൽ വിക്കറ്റ് നേടാനായില്ല. അദ്ദേഹത്തിന് പകരം പേസർ ആർഷ്ദീപ് സിംഗിനെ ടീമിൽ ഉൾപ്പെടുത്തി. T20യിൽ തന്റെ സ്വിംഗും വേഗതയും കൊണ്ട് ശ്രദ്ധേയനായ ആർഷ്ദീപ് ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർക്ക് വെല്ലുവിളിതാകും. ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം ആർഷ്ദീപിന്റെ പേസ് ആക്രമണം ഇംഗ്ലണ്ടിന് ഭീഷണിയാകും. 4ാമത്തെ പ്രധാന മാറ്റം വാഷിംഗ്ടൺ സുന്ദറിന് പകരം ജസ്പ്രീത് ബുംറയെ തിരികെ കൊണ്ടുവന്നതാണ്. രണ്ടാം ടെസ്റ്റിൽ വിശ്രമം അനുവദിച്ചിരുന്ന ബുംറയുടെ അഭാവം ഇന്ത്യൻ ബൌളിംഗിൽ പ്രകടമായിരുന്നു. ബുംറയുടെ വേഗതയും സ്വിംഗും യോർക്കറുകളും ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാരെ പ്രതിരോധത്തിലാക്കാൻ പര്യാപ്തമാണ്. ആകാശ് ദീപും ബുംറയും ചേരുമ്പോൾ ഇന്ത്യൻ ബൌളിംഗ് ആക്രമണം കൂടുതൽ ശക്തമാകും. ഇനി ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ പൂർണ്ണ സ്ക്വാഡ് നമുക്കൊന്ന് പരിശോധിച്ചാൽ യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, സർഫറാസ് ഖാൻ, ശുഭ്മാൻ ഗിൽ, വൈഭവ സൂര്യവംശി, ഋഷഭ് പന്ത്, കുൽദീപ് യാദവ്, രവീന്ദ്ര ജഡേജ, ജസ്പ്രീത് ബുംറ, ആർഷ്ദീപ് സിംഗ്, മുഹമ്മദ് സിറാജ്, ആകാശ് ദീപ് എന്നിവരായിരിക്കും. ശുഭ്മാൻ ഗിൽ പ്രഖ്യാപിച്ച ഈ പ്ലേയിംഗ് 11 മൂന്നാം ടെസ്റ്റിൽ വിജയിക്കാൻ ഇന്ത്യയെ സഹായിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.